കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ പുതിയ മേയർമാരെ 2025 ഡിസംബർ 26 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 2025 ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തുടർന്നായിരുന്നു ഈ വോട്ടെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മേയർമാരും അവരുടെ മുന്നണികളും വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു BJP മേയർ അധികാരത്തിലെത്തുന്നത്. കൊച്ചി VK മിനിമോൾ UDF 2.5 വർഷത്തിനു ശേഷം ഷൈനി മാത്യു മേയർ സ്ഥാനം ഏറ്റെടുക്കും വിധമാണ് UDFിലെ ധാരണ. കൊല്ലം AK ഹഫീസ് UDF, തൃശൂർ ഡോക്ടർ നിജി ജസ്റ്റിൻ UDF, കണ്ണൂർ ഇന്ദിര UDF, കോഴിക്കോട് O സദാശിവൻ LDF. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്കിടയിൽ നിന്നാണ് മേയർമാരെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. മേയർ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-നുമാണ് നടന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ 2025 ഡിസംബർ 26 വെള്ളിയാഴ്ച നടന്നു. രാവിലെ മേയർ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. വിവിധ കോർപ്പറേഷനുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മേയർമാരുടെ വിവരങ്ങൾ: തിരുവനന്തപുരം BJP സ്ഥാനാർത്ഥി GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കരിമം വാർഡിൽ നിന്നുള്ള കൗൺസിലറായ ഇവർക്ക് 50 വോട്ടുകൾ ലഭിച്ചു. കൊല്ലം തങ്കശ്ശേരി ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലർ ഉദയകുമാർ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ S ജയശ്രീ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. UDFിലെ ഫാത്തിമ തെഹ്ലിയയാണ് പരാജയപ്പെടുത്തിയത്. കൊച്ചി UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് ആണ് കൊച്ചിയിലെ പുതിയ ഡെപ്യൂട്ടി മേയർ. മുന്നണി ധാരണപ്രകാരം ഇതിൽ 1 വർഷം ലീഗിനും ലഭിക്കും. ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഡിസംബർ 13-നായിരുന്നു. മുനിസിപ്പാലിറ്റികളിലെയും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെയും അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയും ഇതിനോടൊപ്പം നടന്നു.